താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? നിഘണ്ടു, ലേഖകൻ, ശബ്ദം, കൃത്യനിഷ്ഠ. ധി എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഇരിപ്പിടം അഥവാ പ്രധാന സ്രോതസ് എന്നാണ് അർത്ഥം. ധി എന്ന ശബ്ദം ചേർന്നാൽ ജലത്തിന്റെ പ്രധാന സ്രോതസ് എന്നർത്ഥം കിട്ടുന്നു. അതുകൊണ്ട് വാരിധി തുടങ്ങിയ പദങ്ങൾ സമുദ്രത്തിന്റെ പര്യായ പദമാണ്. അതുപോലെ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന 2024 ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യോത്തര വിശകലനമായിരുന്നു. 2 ചോദ്യ പേപ്പറുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതെങ്കിൽ ബാക്കിയായ 2 ചോദ്യ പേപ്പറുകൾ കൂടി ഇന്നത്തെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. കഴിഞ്ഞ സെഷന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ സെഷൻ ഭാഗം 1 ആണെങ്കിൽ ഇത് ഭാഗം 2. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ബിരുദതല പ്രിലിമിനറി പരീക്ഷ ഘട്ടം 3 ആണ്. ഘട്ടം 1ഉം 2ഉമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നത്. ഘട്ടം 3ലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം ഇതാണ്. കല, സാഹിത്യം, സംസ്കാരം എന്ന വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? ഹസ്തലക്ഷണ ദീപിക, നാട്യശാസ്ത്രം, നാട്യകൽപദ്രുമം, തപതി സംവരണം. ഇതിലേതാണ് കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരികമായ ഗ്രന്ഥം എന്നതാണ് ചോദ്യം. അപ്പോ നിങ്ങൾ ഉത്തരം എഴുതാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം ഒരു കടലാസിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയിരുന്നുവെങ്കിൽ എത്ര മാർക്ക് കിട്ടും എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഇതൊരു പരിശീലനമായിട്ടും കൂടി പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു കടലാസിൽ ഉത്തരം എഴുതി വെക്കാൻ മറക്കല്ലേ. അപ്പോ കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? ഉത്തരം നാട്യകൽപദ്രുമമാണ് കേട്ടോ. നാട്യകൽപദ്രുമമാണ് ശരിയായ ഉത്തരം. ആ പുസ്തകത്തിന്റെ ആദ്യത്തെ പ്രിന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നീട് പല പ്രിന്റുകളും പിന്നീട് ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെയാണ് കേട്ടോ. ആദ്യത്തെ പതിപ്പാണ്. മാണി മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തെ കുറിച്ച് ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിന്റെ പേര് നാട്യകൽപദ്രുമം. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നോക്കാം. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അനുസരിച്ചാണ് കൂടിയാട്ടം അവതരിപ്പിച്ചു പോരുന്നത്. കൂടിയാട്ടത്തിന്റെ സമസ്ത വശങ്ങളെയും കുറിച്ച് കൂടിയാട്ടം കുലപതി ഗുരു മാണി മാധവ ചാക്യാര് ശാസ്ത്രീയമായി രചിച്ച ആധികാരിക ഗ്രന്ഥമാണ് നാട്യകൽപദ്രുമം. വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഈ നാട്യകൽപദ്രുമം രചിച്ചിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്ത കലാരൂപം പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവും ഏതു തന്നെയാണ്? കൂടിയാട്ടം തന്നെയാണ്. അതുപോലെ അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് അല്ലെ, അഭിനയകലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം കൂടിയാട്ടത്തിൽ കൊടുക്കുന്നത് കൊണ്ട് നൃത്തരൂപം എന്നതിനേക്കാൾ ഉപരി ഒരു അഭിനയ ശില്പം എന്ന നിലയിലാണ് കൂടിയാട്ടത്തെ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കലാരൂപവും ഏതു തന്നെയാണ്? കൂടിയാട്ടം തന്നെയാണ്. ഏറ്റവും പ്രാചീന സംസ്കൃത നാടക രൂപങ്ങളിൽ ഒന്നായ കൂടിയാട്ടം പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടിവരുമത്രേ. ഇതാണ് കൂടിയാട്ടത്തിന്റെ ഒരു രംഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നായകനും നായികയും കൂടാതെ വിദൂഷകനും കേന്ദ്രസ്ഥാനം കൂടിയാട്ടത്തിൽ വഹിക്കുന്നുണ്ട്. മിഴാവ് കൊട്ടുന്ന വ്യക്തിയെയും നമുക്ക് പിന്നണിയിൽ കാണാൻ സാധിക്കും. നമ്മുടെ ചാക്യാർ കൂത്തിനൊക്കെ എന്നതുപോലെ മിഴാവ് തന്നെയാണ് കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യം. കേരളത്തിൽ കൂടിയാട്ടം ക്ഷേത്ര പരിസരങ്ങളിൽ വച്ച് മാത്രമേ അവതരിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതായത് കൂത്തമ്പലങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ കൂത്തമ്പലങ്ങൾ ഇല്ലാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ ക്ഷേത്ര മതിൽക്കകത്ത് മാത്രമാണ് കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നത്. മാണി മാധവ ചാക്യാരാണ് ഈ പറയുന്ന കൂടിയാട്ടത്തെ എന്ത് ചെയ്തത്? ക്ഷേത്ര മതിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. അമ്പലത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്തു നിന്ന് സാധാരണക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് മാണി മാധവ ചാക്യാരാണ്. അദ്ദേഹം ആധുനിക കാലത്തെ ഏറ്റവും മഹാനായ കൂടിയാട്ടം കലാകാരനായി അറിയപ്പെടുന്നു. ഇദ്ദേഹമാണ് മാണി മാധവ ചാക്യാര്. നാട്യകൽപദ്രുമം എഴുതിയ വ്യക്തിയാണ്. മാത്രമല്ല
കൂടിയാട്ടത്തെ കുറിച്ച് കൂടിയാട്ടത്തിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന വ്യക്തി എന്ന നിലയിലും മാണി മാധവ ചാക്യാര് ഏറെ അഭിനന്ദനമർഹിക്കുന്ന ആദരമർഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം രാവണ വേഷം കെട്ടിയാടുന്നതാണ് നമുക്ക് രംഗത്ത് കാണാനാകുന്നത്. ഇദ്ദേഹമാണ് മാണി മാധവ ചാക്യാര്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഗോഷ്ടി കൊട്ടുക എന്നുള്ളത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്? ഉത്തരം കൂടിയാട്ടം തന്നെയാണ്. നമ്പ്യാര് മിഴാവിൽ കൊട്ടുന്ന ചടങ്ങിനെയാണ് എന്ത് പറയുക? ഗോഷ്ഠി കൊട്ടുക എന്ന് പറയുക. ഗോഷ്ഠി എന്ന വാക്കിന് സഭ അല്ലെങ്കിൽ സദസ് എന്നാണ് അർത്ഥം. അപ്പോ സദസ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വാദ്യപ്രകടനമാണ് ഏത്? ഗോഷ്ഠി കൊട്ടുക. കൂടിയാട്ടത്തിലാണിത് കാണാനാകുക. അതുപോലെ ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം എന്നിങ്ങനെ 4 വിധം അഭിനയങ്ങളെ, അതായത് ചതുർവിധാഭിനയങ്ങളെ കൂട്ടിയിണക്കി നൃത്തവാദ്യങ്ങളോടുകൂടി അഭിനയിക്കുന്ന സംസ്കൃത നാടകമാണ് കൂടിയാട്ടം. കഥകളിയിലേക്ക് വരുമ്പോൾ ഇതിലെ വാചികം എന്ന അഭിനയ വിധി ഉണ്ടാവില്ല, അല്ലെ? ആംഗികം, ആഹാര്യം, സാത്വികം എന്നിവ മാത്രമേ ഉണ്ടാകൂ. ചാക്യാർ പുരാണകഥ പറയുന്നതിനെ ചാക്യാർ കൂത്ത് എന്നും നങ്ങ്യാർ പുരാണകഥ പറയുന്നതിനെ നങ്ങ്യാർ കൂത്ത് എന്നും പറയുന്നു. ചാക്യാന്മാരും നങ്ങ്യാന്മാരും കൂടി സംസ്കൃത നാടകം അഭിനയിക്കുന്നതിനെയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇവരെല്ലാവരും കൂടിച്ചേർന്ന് ആടുന്നതായതുകൊണ്ട് കൂടിയാട്ടം. ചാക്യാർ കൂത്തിന്റെ വികസിത രൂപമായി കേരളത്തിൽ നടപ്പിലായ ഒരു വിശിഷ്ട നാട്യകലയാണ് കൂടിയാട്ടം എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതരും ഉണ്ട്. അതുപോലെ നമ്മുടെ ഓപ്ഷനില് ഹസ്തലക്ഷണ ദീപിക ഉണ്ടായിരുന്നു, അല്ലെ? എന്താണ് അതിന്റെ പ്രാധാന്യം? കൈമുദ്രകൾക്ക് കഥകളിക്കാർക്കെന്ന പോലെ കൂടിയാട്ടക്കാർക്കും ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥമാണ് അവലംബം. അപ്പൊ നാട്യകൽപദ്രുമം കൂടിയാട്ടത്തെ കുറിച്ച് ആധികാരികമായി എഴുതപ്പെട്ട ഗ്രന്ഥമാണ്. പക്ഷെ കൂടിയാട്ട കലാകാരന്മാരും മുദ്രകൾക്ക് അവലംബിക്കുന്നത് ഏത് ഗ്രന്ഥമാണ്? ഹസ്തലക്ഷണ ദീപികയാണ് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം, കൂടിയാട്ടത്തിന്റെ ഹസ്തമുദ്രകൾക്ക് ഏത് ഗ്രന്ഥമാണ് അവലംബം എന്ന് ചോദിച്ചാൽ നാട്യകൽപദ്രുമമല്ല, ഹസ്തലക്ഷണ ദീപികയാണ് പരിഗണിക്കേണ്ടത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വീണ്ടും ഈ പറയുന്ന കലയുമായി തന്നെ ബന്ധപ്പെട്ട ചോദ്യമാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ് എന്നതാണ് ചോദ്യം. കഥകളിയും ഓട്ടൻതുള്ളലും, തെയ്യവും കൂടിയാട്ടവും, കൂടിയാട്ടവും പടയണിയും, കൂടിയാട്ടവും മുടിയേറ്റും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതാണ്? ഉത്തരം കിട്ടിയോ? ഉത്തരത്തിലേക്ക് കടക്കുന്നു. ശരിയായ ഉത്തരം കൂടിയാട്ടവും മുടിയേറ്റുമാണ് ശരിയായ ഉത്തരം. കൂടിയാട്ടവും മുടിയേറ്റും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഇതാണ് മുടിയേറ്റ്, അല്ലെ? മുടിയേറ്റ് നടക്കുന്നത് അരങ്ങത്ത് വെച്ചല്ല കേട്ടോ. ഒന്നുകിൽ കാവുകളിൽ വെച്ച്, അല്ലെങ്കിലോ ഭഗവതി ക്ഷേത്രങ്ങളിൽ വെച്ച്. ഇവിടങ്ങളിലാണ് മുടിയേറ്റ് നടക്കുന്നത്. മുടിയേറ്റിന്റെ ഒരു ഗംഭീര ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ എല്ലാവിധ ചടുലതയോടും കൂടി നമുക്കൊരു ചിത്രം ഇവിടെ കാണാം. കേരളത്തിലെ അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. കുറുപ്പ്, മാരാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. പ്രമേയം എന്താണ്? ദാരികാവധമാണ്. ദാരികൻ എന്ന അസുരനെ ഭദ്രകാളി നിഗ്രഹിക്കുന്നതാണ് മുടിയേറ്റിലെ പ്രമേയം. 12 മുതൽ 20 വരെ ആളുകൾ വേണം ഈ കഥ അവതരിപ്പിക്കാൻ. കളമെഴുത്ത്, തിരിയൊഴിച്ചില്, താലപ്പൊലി, പ്രതിഷ്ഠാപൂജ, കളം മായ്ക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാന ചടങ്ങുകൾ. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പറയുന്ന ചടങ്ങുകളുടെ പേര് തന്നിട്ട് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചടങ്ങ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അരങ്ങ് കേളി, അരങ്ങ് വാഴ്ത്തൽ, ദാരികന്റെയും കാളിയുടെയും പുറപ്പാട്, കാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധം, ഇത്രയുമാണ് മുടിയേറ്റിൽ ഉള്ളത്. 2010 ഡിസംബറിൽ മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ ഇടം നേടി. പ്രധാനപ്പെട്ട വാദ്യങ്ങൾ ചെണ്ടയും ഇലത്താളവുമാണ്. കൂടാതെ വീക്കൻ ചെണ്ടയും ഉപയോഗിക്കുന്നു. നിലവിളക്ക് മാത്രമാണ് ദീപ സംവിധാനമെങ്കിലും തീവെട്ടിയും പന്തങ്ങളും വെളിച്ചത്തിനായി ഉപയോഗിക്കുന്നു. നമ്മൾ കണ്ടിരുന്നു, അല്ലെ? ആ ചിത്രത്തിൽ നമ്മൾ അത് കണ്ടിരുന്നു.
കഥാപാത്രങ്ങൾക്ക് മുഖത്ത് ചമയവും കിരീടവും ഉടുത്തുകെട്ടുമുണ്ട്. അരിമാവും ചുണ്ണാമ്പും ചേർത്ത് കാളിയുടെ മുഖത്ത് ചുട്ടികുത്തുന്നു. മരമോ ലോഹമോ കൊണ്ടുണ്ടാക്കിയ വലിയ കിരീടം, അല്ലെ, മുടി എന്ന വാക്കിന് കിരീടം എന്നുകൂടി അർത്ഥമുണ്ട്. മുടിചൂടാ മന്നൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കിരീടം ധരിക്കാത്ത രാജാവ് എന്നാണ്. അപ്പൊ മുടി എന്ന വാക്കിന് കിരീടം എന്നുകൂടി അർത്ഥമുണ്ട് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഈ പറയുന്ന വലിയ കിരീടം അഥവാ മുടി കാളി തലയിൽ അണിയുന്നു. മുടിയേറ്റ് എന്ന് പേരുണ്ടാകാൻ ഈ ഒരു കാര്യം കാരണമായിട്ടുണ്ടാകാം. അതായത് അത്രയും വലിയ കിരീടം തലയിൽ ചൂടുന്നത് കൊണ്ടായിരിക്കാം ഈ കലാരൂപത്തിന് മുടിയേറ്റ് എന്ന് പേര് വന്നത് എന്ന് കരുതുന്നു. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? PC കുട്ടിക്കൃഷ്ണൻ, ശ്രീ ഗോവിന്ദ പിഷാരടി, PC ഗോപാലൻ, R രാമചന്ദ്രൻ നായർ. ഈ ഓപ്ഷനിലുള്ളവരുടെ വരെ തൂലികാ നാമങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നന്ദനാർ എല്ലാവർക്കും അറിയാം, PC ഗോപാലനാണ് കേട്ടോ. നന്ദനാർ PC ഗോപാലനാണ്. ഉണ്ണിക്കുട്ടന്റെ ലോകവും മറ്റും എഴുതിയ നന്ദനാർ ആരാണ്? PC ഗോപാലൻ. അപ്പോ ഉറൂബ്, അല്ലെ, PC കുട്ടിക്കൃഷ്ണൻ എന്ന പേരിന്റെ തൂലികാ നാമം ഏതാണ്? ഉറൂബാണ്. സുന്ദരികളും സുന്ദരന്മാരും, രാച്ചിയമ്മ തുടങ്ങിയ കൃതികൾ എഴുതിയിട്ടുള്ള ഉറൂബാണ് PC കുട്ടിക്കൃഷ്ണൻ കേട്ടോ. അതുപോലെ മറ്റൊന്ന് ചെറുകാട്, അല്ലെ, ഓപ്ഷനിൽ ഉണ്ടായിരുന്നല്ലോ. C ഗോവിന്ദ പിഷാരടി, ജീവിതപാത എന്ന ആത്മകഥയുടെ കർത്താവ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. ചെറുകാട് C ഗോവിന്ദ പിഷാരടിയാണ് ആ ആത്മകഥയുടെ കർത്താവ്. പിന്നെ തുളസീവനം R രാമചന്ദ്രൻ നായരാണ് തുളസീവനം എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചനയിൽ ഏർപ്പെട്ടിരുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓപ്ഷൻ ചെമ്മീൻ, കണ്ടംബച്ച കോട്ട്, ബാലൻ, നീലക്കുയിൽ. എത്ര എളുപ്പമുള്ളതാണ്, എത്രയാവർത്തി ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ശരിയായ ഉത്തരം കണ്ടംബച്ച കോട്ട്. അതിന്റെ പരസ്യത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും, അല്ലെ? പ്രഥമ മുഴുവർണ്ണ മലയാള ചിത്രം എന്നാണ് അതിന്റെ പരസ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. TR സുന്ദരമാണ് സിനിമ സംവിധാനം ചെയ്തത്. കിട്ടിയല്ലോ. കണ്ടംബച്ച കോട്ട്. ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏതാനും ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. 1969 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സത്യന് നേടിക്കൊടുത്ത ചിത്രം ഏതാണ്? ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നതാണ്. കടൽപ്പാലം, കരകാണാക്കടൽ, ഒരു പെണ്ണിന്റെ കഥ, അനുഭവങ്ങൾ പാളിച്ചകൾ. ഏതാ ശരിയായ ഉത്തരം? കടൽപ്പാലമാണ് കേട്ടോ. കടൽപ്പാലത്തിന് 1969 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സത്യന് ലഭിക്കുകയുണ്ടായി. അത് മാത്രമല്ല, 1969 അദ്ദേഹം ഡബിൾ റോളിൽ അഭിനയിച്ച കടൽപ്പാലം കേട്ടോ, അതിനാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടിയത്. മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഒരു സംസ്ഥാന അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. ആ ചിത്രത്തിന്റെ പേര് കരകാണാക്കടൽ എന്നാണ്. 1971 ഈ ചിത്രത്തിലെ അഭിനയത്തിന് മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു. അത് സേതുമാധവനാണ് സംവിധാനം ചെയ്തിരുന്നത്. മറ്റൊരു ചോദ്യം ഇതാണ് സിനിമയുമായി ബന്ധപ്പെട്ട്. അന്തർദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം ഏതാണ്? മുറപ്പെണ്ണ്, നിർമാല്യം, ചെമ്മീൻ, മാർത്താണ്ഡവർമ്മ. ഇതിൽ ഏത് ചിത്രമാണ് അന്തർദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ മലയാള ചിത്രം? എല്ലാവർക്കും അറിയാം ഉത്തരം ചെമ്മീനാണ് കേട്ടോ. ചെമ്മീനാണ് ശരിയായ ഉത്തരം. കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഷിക്കാഗോ ചലച്ചിത്രമേളയിൽ മെറിറ്റ് സർട്ടിഫിക്കറ്റും ചെമ്മീൻ എന്ന ചിത്രം നേടിയിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം. മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ച സിനിമ ഏതാണ്? അത്രയും നാൾ ഉണ്ടായിരുന്ന സിനിമയുടെ ആഖ്യാന രീതിയിൽ നിന്നും വ്യത്യാസപ്പെട്ട് പുതിയൊരാഖ്യാനം മലയാളത്തിന് മുന്നിലേക്ക് വച്ചു കൊടുത്ത ആ ചലച്ചിത്രം. ഉത്തരം കൊടിയേറ്റമാണോ, നിർമാല്യമാണോ, എലിപ്പത്തായമാണോ, സ്വയംവരമാണോ? ഏതാണ് ശരിയായ ഉത്തരം? സ്വയംവരമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത, ശാരദയ്ക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സ്വയംവരം എന്ന ചിത്രമാണ്
മലയാളത്തിലെ നവതരംഗ സിനിമയുടെ പ്രാരംഭം കുറിച്ച ചലച്ചിത്രമായിട്ട് പരിഗണിക്കുന്നത്. അടുത്ത ചോദ്യം, മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ ചലച്ചിത്ര താരം ആരാണ്? സത്യൻ, PJ ആന്റണി, ഭരത് ഗോപി, മധു. ഇത് പല വിധത്തിൽ ഈ ചോദ്യം പരീക്ഷയ്ക്ക് പല തരത്തിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യം നേടിയ മലയാള ചലച്ചിത്ര താരം ആരാ? PJ ആന്റണിയാണ്. PJ ആന്റണിയുടെ വെളിച്ചപ്പാട് എന്ന കഥാപാത്രത്തെ ആരും മറന്നിട്ടുണ്ടാവില്ല. നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് PJ ആന്റണിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം, സംസ്ഥാന അവാർഡല്ല, ദേശീയ പുരസ്കാരം ലഭിച്ചത്. 1974 അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, MT വാസുദേവൻ നായർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും നിർമാല്യം തന്നെ. MT വാസുദേവൻ നായരുടെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ചെറുകഥയാണ് നിർമാല്യം എന്ന സിനിമയായിട്ട് മാറിയത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതാണ്? കടത്തനാട്ട് മാക്കം, മണിമുഴക്കം, തച്ചോളി അമ്പു, മാമാങ്കം. മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചലച്ചിത്രം ഏതാ? തച്ചോളി അമ്പു ആണ് കേട്ടോ. തച്ചോളി അമ്പു ആണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചലച്ചിത്രം. കണ്ടോ, നസീർ അതുപോലെ ഉണ്ണിമേരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. സംവിധാനം ചെയ്തത് നവോദയ അപ്പച്ചനാണ് കേട്ടോ. K. രാഘവനായിരുന്നു സംഗീതം. നവോദയ അപ്പച്ചൻ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച 1978 പുറത്തിറങ്ങിയ തച്ചോളി അമ്പു ആണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചലച്ചിത്രം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ടത്തിൽ ചോദിച്ച മറ്റൊരു ചോദ്യം ഇതാണ്. ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി ഇതിലേതാണ്? അകനാന്നൂറ്, ചിലപ്പതികാരം, മധുരൈ കാഞ്ചി, പെരിയ പുരാണം. ഇതിൽ ഏത് കൃതിയിലാണ് ഓണത്തെ കുറിച്ചുള്ള പരാമർശം കാണാനാകുക? ഉത്തരം കിട്ടിയോ? റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരിയായ ഉത്തരം മധുരൈ കാഞ്ചിയാണ്. മധുരൈ കാഞ്ചിയാണ് ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി കേട്ടോ. കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപേ തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നു. സംഘകാല കൃതിയായ മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ നമുക്ക് കാണാനാകുന്നത്. തിരുമാൾ അഥവാ മഹാവിഷ്ണുവിന്റെ ജന്മദിനമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് എന്നാണ് മധുരൈ കാഞ്ചിയുടെ 590 മുതലുള്ള അടികളിൽ പറയുന്നത്. അടി എന്ന് പറയുന്നത് എന്തിനെയാണ്? അതിലെ സ്റ്റാൻസകളെയാണ്, അധ്യായങ്ങളെയാണ് അടികൾ എന്ന് പറയുന്നത്. 590 മുതലുള്ള അടികളിലാണ് ഓണത്തെ കുറിച്ചുള്ള പരാമർശം കാണാനാകുന്നത്. അങ്ങനെയെങ്കിൽ മധുരൈ കാഞ്ചി എന്ന കൃതി രചിച്ചതാരാണ്? മാങ്കുടി മരുതനാരാണ് കേട്ടോ. മാങ്കുടി മരുതനാർ രചിച്ച കൃതിയാണത്രേ മധുരൈ കാഞ്ചി. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ഇവരിൽ ആരാണ്? EV കൃഷ്ണപിള്ള, കുമാരനാശാൻ, ബോധേശ്വരൻ, CV രാമൻപിള്ള. ഇവരിൽ ആർക്കാണ് മലയാളി മെമ്മോറിയലുമായി ബന്ധം? എല്ലാവർക്കും അറിയാം, ഉത്തരം CV രാമൻപിള്ളയാണ്. മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, രാമരാജ ബഹദൂർ എന്നീ ഐതിഹാസിക നോവലുകളിലൂടെ മലയാള നോവൽ സാഹിത്യത്തിൽ പുതിയൊരു ഘട്ടത്തിന് തുടക്കം കുറിച്ച വ്യക്തിത്വം CV രാമൻപിള്ള. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? CV രാമൻപിള്ള തന്നെയാണ്. കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാനാണ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. ഉയർന്ന വിദ്യാഭ്യാസവും കഴിവും ഉണ്ടായിരുന്നിട്ടും മലയാളികൾക്ക് അവസരം നൽകിയിരുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ CV രാമൻപിള്ള എഴുതി തയ്യാറാക്കിയ മലയാളി മെമ്മോറിയൽ നിവേദനം 1891 ജനുവരി 1 അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? മൃണാളിനി സാരാഭായ്, ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ, ഡോക്ടർ B അനന്തകൃഷ്ണൻ, ഡോക്ടർ S ബിജോയ് നന്ദൻ.
കേരള കലാമണ്ഡലത്തിന്റെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ശരിയായ ഉത്തരം ഇദ്ദേഹമാണ്. ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ VC അഥവാ വൈസ് ചാൻസലർ. കിട്ടിയല്ലോ. കേരള കലാമണ്ഡലം കണ്ടിട്ടുണ്ടോ? ഇതാണ് കേരള കലാമണ്ഡലം അല്ലെ. കൂത്തമ്പലത്തിന്റെ ആകൃതിയിലാണ് അവിടെയുള്ള നൃത്തം അരങ്ങേറുന്നത് ഇവിടെയാണ്. കൂത്തമ്പലത്തിന്റെ മാതൃകയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും മറന്നുപോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. കേരളീയ നൃത്തകലകളെ അഭ്യസിപ്പിക്കുന്ന കൽപ്പിത സർവകലാശാലയാണ് കേരള കലാമണ്ഡലം. 1930 വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതൊക്കെ പതിവായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളല്, നങ്ങ്യാർകൂത്ത്, പഞ്ചവാദ്യം എന്നിവ ഇവിടെ പരിശീലിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച ഡീംഡ് സർവകലാശാലയായി കേരള കലാമണ്ഡലത്തെ ഉയർത്തിയിട്ടുണ്ട്. ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇവിടെ അധ്യയനം. ഇതിനായി പ്രത്യേകം കളരികളും ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ഇത്തരമൊരു കൂത്തമ്പലം കലാമണ്ഡലത്തിൽ മാത്രമാണുള്ളത്. കൂത്തമ്പലം എപ്പോഴും എന്തിനോട് ചേർന്നായിരിക്കും? ക്ഷേത്രത്തോട് ചേർന്നായിരിക്കും. അങ്ങനെയും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ പ്രസ്താവന ചോദ്യങ്ങളൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത് കൊണ്ട് ഇതും ഒരു ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന 108 കരണങ്ങൾ അഥവാ നൃത്തത്തിന്റെ പോസുകൾ, നൃത്തത്തിന്റെ നിൽപ്പുകൾ ഇതിന്റെ കരിങ്കൽ തൂണുകളിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട് എന്നുള്ളത് കലാമണ്ഡലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇനി മലയാളം വൊക്കാബുലറി പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? നിഘണ്ടു, ലേഖകൻ, ശബ്ദം, കൃത്യനിഷ്ഠ. ഇതിലേതാണ് ശരിയായ പദം? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതേതാണ്? ലേഖകനാണ്. ലേഖകൻ ഇത് പതിവായിട്ട് ചോദിക്കുന്നത് ഇതിന്റെ എതിർലിംഗ പദം ചോദിക്കാറുണ്ട് കേട്ടോ. ലേഖകൻ എന്ന വാക്കിന്റെ എതിർലിംഗ പദം എന്താണ്? ലേഖിക എന്നുള്ളതാണ് ലേഖകന്റെ എതിർലിംഗ പദം. ലേഖകൻ എന്നുള്ളത് പുല്ലിംഗ പദമാണ്. അതുപോലെ നിഘണ്ടു, ശബ്ദം, കൃത്യനിഷ്ഠ എന്നിവ എങ്ങനെയാണ് ശരിയായിട്ട് എഴുതേണ്ടത്? വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. നിഘണ്ടു എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. നിഘണ്ടു, ഇതാണ് ശരിയായ പ്രയോഗം. അതുപോലെ ശബ്ദം എന്ന് എഴുതുമ്പോഴോ ശബ്ദം അല്ലെ. ദാ മൃദുവായ ദാ മതിയാകും അല്ലെ. ഇത് മതിയാകും എന്നതാണ്. അതുപോലെ കൃത്യനിഷ്ഠ എന്ന് എങ്ങനെയാണ് എഴുതേണ്ടത്? കൃത്യനിഷ്ഠ എന്ന് എഴുതേണ്ടത് കൃത്യനിഷ്ഠ, ഇങ്ങനെയാണ് കേട്ടോ കൃത്യനിഷ്ഠ എന്ന് എഴുതേണ്ടത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത്? കുട്ടികൾ, സ്ത്രീകൾ, ഗുരുക്കൾ, പുരുഷന്മാർ. ഇതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? എന്താണ് പൂജക ബഹുവചനം? ഏകവചനത്തോടൊപ്പം ആദരസൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർക്കുന്നത് പൂജക ബഹുവചനം. അപ്പൊ ഇതിൽ ഏതാണ് അങ്ങനെ വന്നിട്ടുള്ളത്? ശരിയായ ഉത്തരം ഗുരുക്കളാണ് കേട്ടോ. ഗുരുക്കൾ. ഇപ്പോ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നു, പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. വ്യക്തി ഒന്നേ ഉള്ളൂ, പക്ഷെ കൾ എന്ന ബഹുവചന പ്രത്യയം ചേർക്കുന്നുണ്ട്. അതുപോലെ നടരാജ ഗുരുക്കൾ എന്ന് പറയുന്നിടത്ത് അല്ലെ, നടരാജ ഗുരു ഒരാളെ ഉള്ളൂ, പക്ഷെ എന്തുകൊണ്ടാണ് കൾ എന്ന ബഹുവചന പ്രത്യയം ചേർക്കുന്നത്? ആ വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനമാണ്. അപ്പൊ ഏകവചനത്തോടൊപ്പം ആദരസൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർത്താൽ അതെന്താണ്? പൂജക ബഹുവചനമാണ്. കുട്ടികൾ എന്ന് പറയുന്നിടത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാം. ലിംഗഭേദമില്ലാത്ത ബഹുവചനമായതുകൊണ്ട് കുട്ടികൾ എന്നുള്ളത് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. സ്ത്രീകൾ എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ ബഹുവചനമായതുകൊണ്ട് അത് സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. അതുപോലെ പുരുഷന്മാർ എന്ന് പറയുന്നിടത്ത് ആണുങ്ങളുടെ ബഹുവചനമായതുകൊണ്ട് അതും എന്തിന് ഉദാഹരണമാണ്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പുത്രൻ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ജനകൻ, തനയൻ, ആത്മജൻ, തനുജൻ. ഇതിൽ ഒരു വാക്ക് മാത്രം
പുത്രന്റെ പര്യായമല്ല. അതേത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ജനകനാണ്. ജനകൻ പിതാവ് അഥവാ അച്ഛന്റെ പര്യായമാണ്. തനയൻ, ആത്മജൻ, തനുജൻ എന്നിവ പുത്രന്റെ പര്യായ പദങ്ങളാണ്. തീ അധികം കനൽ എന്നത് ചേർത്തെഴുതുക. തീകനൽ, തീക്കനൽ, തീക്കനൽ, തീക്കനൽ അല്ലെ? ശരിയായ ഉത്തരം നമുക്കറിയാമെങ്കിലും ഓപ്ഷൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ദ്വിത്വസന്ധിയുടെ ഏറ്റവും സാധാരണമായ രൂപമാണ്. തീ അധികം കനൽ എന്തു മതി? തീക്കനൽ. ഇതാണ് ശരിയായ പ്രയോഗം. താമര അധികം കുളം, താമരക്കുളം അല്ലെ? ഇതൊക്കെ കേരള പാണിനീയത്തിൽ AR രാജരാജവർമ്മ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ്, ദ്വിത്വസന്ധിക്ക് കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നത്. അടുത്ത ചോദ്യം ഇതാണ്. രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക. ചക്രവർത്തി, രാജരാജൻ, രാജശ്രേഷ്ഠൻ, രാജർഷി. രാജാവും ഋഷിയുമായവൻ ഒറ്റപ്പദം എന്താണ്? രാജർഷിയാണ് കേട്ടോ. രാജർഷി. രാജർഷി എന്ന വാക്കിന് വേറെയും അർത്ഥങ്ങളുണ്ട്. സപ്തർഷികളിൽ അല്ലെ 7 തരം ഋഷിമാരെയാണ് സപ്തർഷികൾ എന്ന് വിളിക്കുന്നത്. അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ആര്? രാജർഷി. അതുകൂടാതെ ഭക്തിയും തപസ്സും കൊണ്ട് ഋഷിക്ക് തുല്യനായ രാജാവ്. ഒരു ക്ഷത്രിയൻ ഈ പറയുന്നത് പോലെ പ്രാർത്ഥന കൊണ്ട്, ഭക്തി കൊണ്ട്, തപസ്സുകൊണ്ട് ഋഷിക്ക് തുല്യമായ ആചാരങ്ങളാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം? രാജർഷി എന്ന് വിളിക്കാം. കണ്ടോ, തപസ്സുകൊണ്ട് ഋഷിയായ ക്ഷത്രിയൻ കേട്ടോ. അപ്പൊ ഋഷിക്ക് തുല്യനായ രാജാവ് ആണ് ആര്? രാജർഷി. അപ്പൊ രാജാവും ഋഷിയുമായവനാണ് രാജർഷി എന്ന് നമുക്ക് പറയാം. അടുത്തത് സുതൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എഴുതുക. സുതൻ എന്ന വാക്ക് വീണ്ടും പുത്രന്റെ ഒരു പര്യായം വരുന്നു. അതിന്റെ സ്ത്രീലിംഗം ഏതാണ്? സുധിയാണോ, സുതയാണോ, സുതിനിയാണോ, സുത്യയാണോ? ഏതാണ് ശരിയായ ഉത്തരം? സുതയാണ് ശരിയായ ഉത്തരം. സുതൻ എന്നാൽ മകനാണ്, സുത എന്നാൽ മകളാണ്. ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. സുധി എന്നാൽ പണ്ഡിതനാണ്. സുതി എന്ന് പറഞ്ഞാലോ അച്ഛൻ എന്നാണ് അർത്ഥം കേട്ടോ. സുതനോട് കൂടിയവൻ, അതായത് മകനുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ സുതി എന്ന വാക്ക് അച്ഛന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നു. ഒരു ദീർഘം വന്നാലോ, സൂതി എന്ന് വന്നാലോ അത് ഉത്പത്തി, ജനനം, പ്രസവം എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് ഏത്? സൂതി എന്ന് പറയുന്നത്. സൂതൻ എന്ന് പറഞ്ഞാലോ, സുതൻ എന്ന് പറഞ്ഞാൽ മകനാണെന്ന് പറഞ്ഞു. ഒരു ദീർഘം വരികയാണ്. സൂതൻ എന്നായാൽ അതെന്തായി മാറും? തേരാളിയുടെ പര്യായമായിട്ട് മാറും. സുത്യ എന്ന് പറഞ്ഞാലോ, സുത് എന്നാൽ പ്രസവിക്കുക എന്നാണ്. സുത്യ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്ന പ്രക്രിയയാണ് സുത്യ എന്ന് സംസ്കൃതത്തിൽ പറയുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 800 എന്ന പദം പിരിച്ചെഴുതുക. 8 അധികം 100, എൺ അധികം 100, എൺ അധികം ഊറ്, എണ്ണ് അധികം ഊറ്. ഏതാ ശരിയായ ഉത്തരം? 800 എന്ന് എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്? എൺ അധികം 100 ആണ് 800 ആകുന്നത്. ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ന എന്ന അക്ഷരം പോയിട്ട് ന വന്നതുകൊണ്ട് ആദേശ സന്ധി. ഇതുപോലെ തന്നെ സംഭവിക്കുന്നതാണ് കണ്ണീര് അല്ലെ? എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്? കൺ അധികം നീർ. ഇതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? കണ്ണീരാകുന്നത്. ഇവിടെയും എന്ത് സംഭവിക്കുന്നു? നാ പോയിട്ട് ആണോ? അല്ല, നാ പോയിട്ട് നാ വരുന്നു. അതുകൊണ്ട് ഏത് സന്ധിക്ക് ഉദാഹരണം? ആദേശ സന്ധിക്ക് ഉദാഹരണം. കണ്ണീര്, അതുപോലെ വെണ്ണീർ അല്ലെ? വെൺ അധികം നീരാണ് വെണ്ണീറാകുന്നത്. അവിടെയും ഇതേ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ 800-ലും. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. കൂപമണ്ഡൂകം. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അപകടത്തിൽ ചാടുന്നവൻ, വികൃതി കാണിക്കുന്നവൻ, ലോകവിവരമില്ലാത്തവൻ, തമാശ പറയുന്നവൻ. ഇതിൽ ആരാണ് കൂപമണ്ഡൂകം? കൂപം കിണറാണ്, മണ്ഡൂകം തവളയാണ്. കിണറ്റിലെ തവള എന്ന് വിളിക്കുന്നത് ആരെയാ? അല്പജ്ഞാനികളെയാണ്, അല്ലെങ്കിൽ ലോകവിവരമില്ലാത്തവരെയാണ് കൂപമണ്ഡൂകങ്ങൾ എന്ന് പരിഹസിക്കാറുള്ളത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. മേഘം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വന്നി, വാരിതം, വാരിധി, വാരിജം. ഇതിലേതോ ഒരു വാക്കിന്റെ അർത്ഥം മേഘം എന്നാണ്. ഏതാണ് ആ വാക്ക്? കിട്ടിയിട്ടുണ്ടായിരിക്കും, എളുപ്പമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. വാരിതം ആണ് ശരിയായ ഉത്തരം.
ആ നിയമം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ജലത്തിന്റെ പര്യായങ്ങളോടൊപ്പം ദം എന്ന ശബ്ദം ചേർന്നാൽ, ദം എന്നാൽ ദാനം ചെയ്യുന്നത് എന്നാണ്. ജലത്തെ ദാനം ചെയ്യുന്നത് ആരാണ്? മേഘങ്ങളാണ്. മഴയായി ജലത്തെ ദാനം ചെയ്യുന്നത് മേഘങ്ങളായതുകൊണ്ട് ജലം എന്ന വാക്കിന്റെ ഏതൊരു പര്യായവും എടുത്തോളൂ, അതിനോടൊപ്പം ദം ചേർന്നാൽ അത് എന്താകും? മേഘമാകും കേട്ടോ. വാരി എന്ന വാക്കിന് ജലം എന്നർത്ഥമുണ്ട്. അതുകൊണ്ടാണ് വാരിധി വാരിദം ആരുടെ പര്യായമായത്? മേഘത്തിന്റെ പര്യായമായത്. ധി എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഇരിപ്പിടം അഥവാ പ്രധാന സ്രോതസ് എന്നാണ് അർത്ഥം. ധി എന്ന ശബ്ദം ചേർന്നാൽ ജലത്തിന്റെ പ്രധാന സ്രോതസ് എന്നർത്ഥം കിട്ടുന്നു. അതുകൊണ്ട് വാരിധി തുടങ്ങിയ പദങ്ങൾ സമുദ്രത്തിന്റെ പര്യായ പദമാണ്. അതുപോലെ ജം എന്ന ശബ്ദത്തിന് ജനിച്ചത് എന്നാണ് അർത്ഥം. ജലത്തിൽ ജനിച്ചത് എന്നർത്ഥം വരുന്ന പദം അത് താമരയുടെ പര്യായമാണ്. വാരിജം, ജലജം, പയോജം അല്ലെ? ഇതൊക്കെ എന്തിനുദാഹരണമാണ്? അബ്ജം, അംബുജം, ഇതൊക്കെ താമരയുടെ പര്യായമാണ് കേട്ടോ. അപ്പൊ ദം, ധി, ജം എന്നീ ശബ്ദങ്ങൾ ചേർക്കുമ്പോൾ ജലത്തിന്റെ പര്യായങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് വന്നി എന്നാണ്. വന്നി എന്നുള്ളത് ആരുടെ പര്യായമാണ്? അഗ്നിയുടെ പര്യായമാണ് കേട്ടോ. വന്നി എന്ന് പറഞ്ഞാൽ ആരാണ്? അഗ്നിയാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ദൃഢം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. സ്ഥൂലം, കഠോരം, കഠിനം, ശിഥിലം. ഇതിലേതാണ് ദൃഢം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് പരിഗണിക്കാവുന്നത്? വളരെ എളുപ്പമാണ്. ശിഥിലമാണ്. ദൃഢവും ശിഥിലവും. ദൃഢം എന്നാൽ ഉറപ്പുള്ളത്, ശിഥിലം എന്ന് പറഞ്ഞാൽ അയവുള്ളത് എന്ന് പ്രയോഗത്തിനർത്ഥം. ബാക്കിയുള്ള വാക്കുകൾ പരിഗണിക്കാം. സ്ഥൂലം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? സൂക്ഷ്മം എന്നാണ്. കഠിനം എന്ന വാക്കിന് രണ്ടുണ്ട് വിപരീത പദങ്ങൾ. ലളിതവും മൃദുവും കഠിനത്തിന്റെ പര്യായമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഡിഫിക്കൽട്ട് അഥവാ ബുദ്ധിമുട്ട് എന്നുള്ള അർത്ഥത്തിലാണ് കഠിനം എന്ന വാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ലളിതം എന്ന പദം അതിന്റെ വിപരീതമാകുന്നു. ഇനി കഠിനം എന്ന വാക്ക് ഹാർഡ് അല്ലെ, കട്ടിയേറിയത് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വിപരീത പദം ഏതാകും? മൃദുവായിട്ട് മാറും. കിട്ടിയല്ലോ. അതുപോലെ കഠോരം, അതിന് വിപരീത പദമുള്ളതായിട്ട് അറിവില്ല. കഠോര കുഠാരം നമുക്കറിയാം അല്ലെ, മൂർച്ചയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള മഴു എന്നുള്ള അർത്ഥത്തിലാണ് കഠോര കുഠാരം എന്ന കൃതിക്ക് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കഠോരം എന്ന വാക്കിന് കടുപ്പമുള്ള, ഉറപ്പുള്ള, അയവില്ലാത്ത എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അതിന് വിപരീതമുള്ളതായിട്ട് അറിവില്ല. അപ്പോ ഇത്രയും അല്ലെ 17ഓളം ചോദ്യങ്ങളാണ് നമ്മുടെ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ടത്തിൽ ചോദിച്ചത്. മലയാളത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വൊക്കാബുലറി പാർട്ടുമായി ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങളും മലയാള സാഹിത്യം, സംസ്കാരം, കല എന്നിവയുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങളും ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ 3ാം ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് കേട്ടോ നമ്മുടെ പരീക്ഷയിൽ മലയാളത്തിന്. ഇനി മറ്റൊരു ഡിഗ്രി ലെവൽ പരീക്ഷയിലേക്ക് കടക്കുകയാണ്. സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയിലേക്ക് കടക്കുകയാണ്. 26/9/2024 സെപ്റ്റംബർ 26 നടന്ന പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളിലേക്ക്. ആദ്യത്തെ ചോദ്യം, അതിൽ നിന്ന് മലയാളവുമായി ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങൾ, 10 വൊക്കാബുലറി ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതും വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. വിഹകം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ആകാശം, ഭൂമി, പക്ഷി, തടാകം. ഇതിൽ വിഹകം എന്ന വാക്കിന്റെ അർത്ഥം വിഹായസിൽ ഗമിക്കുന്നത് എന്നാണ് വിഹകം എന്ന വാക്കിന്റെ അർത്ഥം. വിഹായസ് എന്നാൽ ആകാശമാണ്. ആകാശത്തിൽ പറക്കുന്നത് ആരാണ്? പക്ഷിയാണ്. അതുകൊണ്ടാണ് പക്ഷി എന്ത് വിളിക്കുന്നത്? വിഹകം എന്ന് വിളിക്കുന്നത്. പക്ഷിയുടെ മറ്റു പര്യായ പദങ്ങൾ ഏതൊക്കെയാ? ഖഗം, വിഹംഗം, വിഹകം, വിഹംഗമം, ദ്വിജം, പതംഗം, പത്രി, ശകുന്തം. ഇതൊക്കെ എന്താണ്? പക്ഷിയുടെ പര്യായ പദങ്ങളാണ്. പക്ഷികളാൽ സംരക്ഷിക്കപ്പെട്ടവൾ എന്ന അർത്ഥത്തിലാണ് ശകുന്തള എന്ന കഥാപാത്രത്തിന് ആ പേര് വന്നത്. ഇനി ഓപ്ഷനിൽ എന്തുണ്ടായിരുന്നു? ഓപ്ഷനിലുള്ള ബാക്കി വാക്കുകൾ നമുക്ക് നോക്കാം. ആകാശം, ആകാശത്തിന്റെ പര്യായം നോക്കിക്കേ. അഭ്രം, അംബരം, ഗഗനം, താരാപഥം, ദ്യോവ്, വ്യോമം, നഭസ്, വിഹായസ്. ഇതൊക്കെ ആരുടെ പര്യായമാണ്? ആകാശത്തിന്റെ പര്യായ പദങ്ങളാണ്. അതുപോലെ പൃഥ്വി, അവനി, ധരണി, ക്ഷോണി, ക്ഷിതി, ധര, ധരിത്രി. ഇതൊക്കെ
ഭൂമിയുടെ പര്യായ പദങ്ങളാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തടാകത്തിന്റെ പര്യായ പദങ്ങൾ സരസ്, കാസാരം, കേണി, പത്മാകരം, വേശന്തം, പൽവലം, പൊയ്ക, തടിനി ഇതൊക്കെ തടാകത്തിന്റെ പര്യായ പദങ്ങളാണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് ഈ 4 പദങ്ങളും. അടുത്തത് പ്രത്യേകം എന്ന പദം പിരിച്ചെഴുതുന്ന രൂപം പ്രത്യ അധികം ഏകം, പ്രതി അധികം അകം, പ്രത്യ അധികം അകം, പ്രതി അധികം ഏകം. ഇതിലേതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം പ്രത്യേകം എന്നാ പറയുന്നത്. അപ്പൊ ഏതാണ്? പ്രതി അധികം ഏകം. അതാണ് എന്തായി മാറുന്നത്? പ്രത്യേകമായിട്ട് മാറുന്നത്. എന്ന ദീർഘം വരണം അല്ലെ. അപ്പൊ പ്രതി അധികം ഏകം പ്രത്യേകം എന്ന് വരുന്നു. നമ്മൾ ആ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് നിയമം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? പൂർവപദം ഈ എന്ന ശബ്ദത്തിൽ അവസാനിക്കുകയും ഉത്തരപദം ഏതെങ്കിലും ഒരു സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്താൽ ചേർത്തെഴുത്തിൽ ആരുണ്ടാകും? യാ എന്ന ശബ്ദം ഉണ്ടാകും. അല്ലെങ്കിൽ യായുടെ ചിഹ്നമായ ഈ ഒരു ചിഹ്നം സമസ്ത പദത്തിൽ അഥവാ ചേർത്തെഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന നിയമം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിലുള്ള ചില ഉദാഹരണം നോക്കിക്കേ. അതി അധികം അധികം, അത്യധികം. പൂർവപദം ഈൽ അവസാനിക്കുന്നു, അതി ഈൽ അവസാനിക്കുന്നു. രണ്ടാമത്തെ വാക്ക് ഉത്തരപദം ആയിൽ ആരംഭിക്കുന്നു. ആ സ്വരാക്ഷരമല്ലേ, അതുകൊണ്ട് ചേർത്തെഴുത്തിൽ അത്യധികം. ദാ ഈ ചിഹ്നം, യായെ കുറിക്കുന്ന ഈ ചിഹ്നം വന്നിട്ടുണ്ട്. അതുപോലെ അതി അധികം അന്തം എന്ത് വരുന്നു? അത്യന്തം എന്ന് വരുന്നു. കണ്ടോ? ഈൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ആയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ അതി അധികം ആവശ്യം ചേർത്തെഴുതുമ്പോ അത്യാവശ്യം. കണ്ടോ? അവിടെയും ഈ പറയുന്ന യകാരത്തെ കുറിക്കുന്ന ചിഹ്നം കാണാൻ സാധിക്കുന്നു. പൂർവപദം ഈൽ അവസാനിക്കുകയും ഉത്തരപദം സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്താൽ ചേർത്തെഴുത്തിൽ അഥവാ സമസ്ത പദത്തിൽ എന്തുണ്ടാകും? യാ എന്ന ശബ്ദം ഉണ്ടാകും. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. സ്വാശ്രയം എന്ന വാക്കിന്റെ വിപരീത പദം ഏതാണ്? ശ്രയം, പരാശ്രയം, ആശ്രയം, നിരാശ്രയം. ഇതിലേതാണ് സ്വാശ്രയത്തിന്റെ വിപരീത പദം? എല്ലാവർക്കും അറിയാം, പരാശ്രയമാണ്. സ്വാശ്രയം എന്ന് പറഞ്ഞാൽ അവനവനെ തന്നെ ആശ്രയിക്കലാണ്, അല്ലെങ്കിൽ മറ്റാരെയും ആശ്രയിക്കാതിരിക്കലാണ്. പരാശ്രയം എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരെ ആശ്രയിക്കൽ എന്നാണ് പ്രയോഗത്തിന്റെ അർത്ഥം. ഇതുപോലെ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത ചില വിപരീത പദങ്ങൾ നോക്കാം. അണിയം എന്ന വാക്കിന്റെ വിപരീതം അമരം എന്നാണ്. തോണിയുടെ മുൻഭാഗവും പിൻഭാഗവും അണിയവും അമരവും. അഭാവം വിപരീതം സാന്നിധ്യം. അഭാവം എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ആണ്, സാന്നിധ്യം പ്രസൻസ് ആണ്. അഭിജ്ഞൻ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം ഉള്ളവനാണ്, അതിന്റെ വിപരീതം അനഭിജ്ഞനാകാം അല്ലെങ്കിൽ അജ്ഞനാകാം കേട്ടോ. ആഗമനം എന്ന വാക്കിന്റെ വിപരീതം നിർഗമനമാണ്. ആഗമനം എന്ന് പറഞ്ഞാൽ വരവാണ്, നിർഗമനം എന്ന് പറഞ്ഞാൽ പോക്കാണ്. ആച്ഛാദനം വിപരീതം അനാച്ഛാദനം. ആച്ഛാദനം എന്ന് പറഞ്ഞാൽ തുറന്നു കാണിക്കലാണ്, ക്ഷമിക്കണം, മൂടി വെക്കലാണ്. അനാച്ഛാദനം എന്ന് പറഞ്ഞാൽ തുറന്നു കാണിക്കലാണ്. ആഡംബരം ലക്ഷറിയാണ്, ലക്ഷറി ഇല്ലാത്ത അവസ്ഥയാണ് അനാഡംബരം. ആഡംബരം പദശുദ്ധിയിലൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുപോലെ ആച്ഛാദനം എന്ന വാക്കും പദശുദ്ധിയിലും ചോദിച്ചിട്ടുണ്ട്. ഉദാരണൻ അഥവാ ഉദാരൻ എന്ന് പറഞ്ഞാൽ ധാരാളിയാണ്, ധാരാളി എന്നാണ് വാക്കിന്റെ അർത്ഥം. കൃപണൻ എന്ന് പറഞ്ഞാലോ ലുബ്ധൻ, പിശുക്കൻ എന്നാണ് കൃപണൻ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത ചോദ്യം ഇതാണ്, വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യമേത്? ഏകദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ദേശം 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് 1000-ഓളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതിൽ ശരിയായ വാക്യമേത് എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. എന്തുകൊണ്ടാ ബാക്കിയുള്ള വാക്യങ്ങൾ തെറ്റായത്? ഏകദേശം, ഓളം, ഉദ്ദേശം, ഏതാണ്ട്, ഈ 4 വാക്കിനും ഒരേ അർത്ഥമാണുള്ളത്. അപ്രോക്സിമേറ്റ്ലി എന്ന അർത്ഥത്തിലാണ് ഈ 4 വാക്കുകളും ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ നോക്കിക്കേ, ഏകദേശം 1000-ഓളം. രണ്ടും കൂടി ചേർക്കേണ്ടതുണ്ടോ? ഇല്ല, ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. അതുകൊണ്ടാണ് ഓപ്ഷൻ എ തെറ്റായത്. അതുപോലെ
ഉദ്ദേശം എന്ന വാക്കിനും ഇതേ അർത്ഥമാണുള്ളത്. ഓപ്ഷൻ ബിയിൽ ഉദ്ദേശം 1000-ഓളം എന്ന് ചേർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി തെറ്റായത്. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോഴോ ഏതാണ്ട് 1000-ഓളം, ഏതാണ്ട് ഓളം, രണ്ടും അപ്രോക്സിമേറ്റ്ലി എന്ന അർത്ഥത്തെ കുറിക്കുന്നു. അതുകൊണ്ടാണ് ഇത് തെറ്റായ വാക്യങ്ങളായത്. ഏകദേശം 1000 പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നിടത്ത് അപ്രോക്സിമേറ്റ്ലി എന്നർത്ഥം വരുന്ന ഒരു വാക്കേ ഉള്ളൂ. അത് ഏതാ? ഏകദേശം മാത്രമാണ്. കിട്ടിയല്ലോ. ഇതുപോലെ വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കിക്കേ, രാജാവ് പ്രജകൾ എല്ലാവരെയും ഒരുപോലെ തുല്യരായി കാണുന്നു. ഇവിടെ എന്താ തകരാറ്? ഒരുപോലെ തുല്യരായി, രണ്ടിനും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതിയാകും. അതുപോലെ രാമു പരീക്ഷയിൽ തോറ്റുപോകാൻ കാരണം അലസത കൊണ്ടാണ്, കാരണം കൊണ്ടാണ്, രണ്ട് വാക്കിനും ഒരേ അർത്ഥം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിക്കുക. മറ്റുള്ളവരിൽ കാണാനാകാത്ത അന്യാദൃശ കഴിവുകൾക്ക് ഉടമയാണ് അയാൾ. അന്യാദൃശം എന്ന് പറഞ്ഞാൽ അന്യരിൽ ദൃശ്യമല്ലാത്തതാണ് അന്യാദൃശം, കേട്ടോ. അപ്പൊ മറ്റുള്ളവരിൽ കാണാനാകാത്തത് അന്യാദൃശം, രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. ജീവിക്കാൻ മറ്റ് ഗത്യന്തരമില്ലാതെ അവൻ കൂലിപ്പണിക്ക് തയ്യാറായി. ജീവിക്കാൻ മറ്റ് ഗത്യന്തരമില്ലാതെ, മറ്റ് ഗത്യന്തരം, ഗതി എന്ന വാക്കിന് വഴി എന്നർത്ഥം, അന്തരം മറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ മറ്റ് ഗത്യന്തരം അല്ലെങ്കിൽ വേറെ ഗത്യന്തരം തുടങ്ങിയ പ്രയോഗങ്ങൾ വികലമാണ്, തെറ്റാണ്. അപ്പൊ എങ്ങനെ ശരിയാക്കാം? ഒന്നുകിൽ ജീവിക്കാൻ മറ്റ് ഗതിയില്ലാതെ അവൻ കൂലിപ്പണിക്ക് തയ്യാറായി, അല്ലെങ്കിലോ ജീവിക്കാൻ ഗത്യന്തരമില്ലാതെ അവൻ കൂലിപ്പണിക്ക് തയ്യാറായി. കിട്ടിയല്ലോ. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കാട് എന്ന വാക്കിന്റെ പര്യായമല്ലാത്ത പദമേത് എന്നതാണ്. ഇത് ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ചോദ്യം നല്ലതുപോലെ വായിച്ചു നോക്കിയിട്ടേ ഉത്തരം എഴുതാവുള്ളൂ. പര്യായ പദം ഏത് എന്ന് ചോദിക്കാം, പര്യായമല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. 4 ഓപ്ഷൻ കാണുമ്പോൾ പര്യായമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വിചാരിച്ചുകൊണ്ട് എവിടെ കയറി മാർക്ക് ചെയ്യരുത്. തെറ്റായ ഉത്തരത്തിൽ കയറി മാർക്ക് ചെയ്യരുത്. നല്ലതുപോലെ വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഇപ്പൊ കാട് എന്ന വാക്ക് ചോദ്യത്തിൽ കണ്ടതുകൊണ്ട് ചിലർ എന്ത് ചെയ്തിട്ടുണ്ടാകും? ഓപ്ഷൻ എ മാർക്ക് ചെയ്തിട്ടുണ്ടാകും, അല്ലെ? കാട്, വിപിനം പെട്ടെന്ന് കയറി മാർക്ക് ചെയ്യും. പക്ഷെ ചോദിച്ചിട്ടുള്ളത് കാടിന്റെ പര്യായം അല്ലാത്ത പദമാണ്. വിപിനം, അടവി, അചലം, കാനനം, ഇതിൽ ഒരു വാക്ക് മാത്രമാണ് കാടിന്റെ പര്യായം അല്ലാത്തത്. ഏതാണ് ആ വാക്ക് എന്നാണ് ചോദ്യം. ഉത്തരം ഏതാ? അചലമാണ്, കേട്ടോ. കാട്, വിപിനം, അടവി, കാനനം ഇതൊക്കെ എന്തിന്റെ പര്യായ പദങ്ങളാണ്? കാടിന്റെ പര്യായ പദമാണ്. അചലം എന്ന് പറഞ്ഞാലോ പർവ്വതത്തിന്റെ പര്യായ പദമാണ്. നമുക്ക് നോക്കാം. കാനനം, അടവി, അരണ്യം, ആരണ്യം, വിപിനം. കടം എന്ന വാക്കിന് കാട് എന്ന അർത്ഥമുണ്ട്, കേട്ടോ. കടക്കാൻ പ്രയാസമുള്ള പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ കടം എന്ന വാക്ക് കാടിന്റെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നു. പർവ്വതത്തിന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ ഏതൊക്കെയാ? അദ്രി, നഗം, അജലം, ഗിരി, ഭൂതരം, ശൈലം. ഇതൊക്കെ എന്തിന്റെ പര്യായ പദങ്ങൾ? പർവ്വതത്തിന്റെ പര്യായ പദങ്ങൾ. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അവതാരകൻ എന്നതിന്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? അവതാരിക, അവതാരക, അവതാരകി, അവതാരിത. ഇതിലേതാണ് അവതാരകന്റെ സ്ത്രീലിംഗ ശബ്ദം? ഏതാ? അവതാരികയല്ല, കേട്ടോ. അവതാരക എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. അവതാരിക എന്നാൽ എന്താണ്? പുസ്തകത്തിന്റെ ആമുഖം, പ്രിഫേസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് അവതാരിക. അവതരിപ്പിക്കുന്നവൾ എന്ന അർത്ഥം വരുന്ന വാക്ക് ഏതാ? അവതാരകയാണ്, കേട്ടോ. അവതാരകയാണ് ശരിയായ എതിർലിംഗ പദം. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചില എതിർലിംഗ പദങ്ങൾ നോക്കിക്കേ. ജാമാതാവ്, സ്നുഷ. ജാമാതാവ് മരുമകനാണ്, സ്നുഷ മരുമകളാണ്. പൗരൻ എന്ന വാക്ക്, സിറ്റിസൺ, അല്ലെ? 2 എതിർലിംഗ പദങ്ങളുണ്ട്. പൗരിയാകാം, പുരന്ധ്രിയാകാം. യോഗി, യോഗിനി. യോഗി സന്യാസിയാണ്. സന്യാസിനി എന്നർത്ഥം വരുന്ന വാക്ക് യോഗിനി. വാര്യർ ജാതിപ്പേരാണ്, വാരസ്യാർ. പിഷാരടിയും അതുപോലെ തന്നെ പിഷാരടി, പിഷാരസ്യാർ എന്ന് വരുന്നു. കമിതാവ്, കമിത്രിയാണ്. മനുഷ്യൻ, മനുഷ്വിയാണ്. നമ്പ്യാർ എന്ന വാക്കിന്റെ എതിർലിംഗ പദം നങ്ങ്യാർ എന്നാണ്. കൂടിയാട്ടം നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിരുന്നല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. അമെൻമെന്റ് എന്ന ഇംഗ്ലീഷ് പദത്തിന് തുല്യമായ മലയാള പദം ഏത്? വാദഗതി, സംഹിത, നിർവഹണം, ഭേദഗതി. അമെൻമെന്റ്, അല്ലെ? എത്ര ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്?
കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവർക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല, ഓപ്ഷന്റെ ആവശ്യം പോലും ഇല്ല. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദഗതിയാണ് കേട്ടോ, ഭേദഗതിയാണ്. ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ഒറ്റപ്പദങ്ങളുടെ പരിഭാഷ നമുക്കൊന്ന് പരിശോധിക്കാം. അംഗീകാരം അപ്രൂവൽ ആണ്. അനുകൂലമായ എന്നർത്ഥം വരുന്ന വാക്ക് ഫേവറബിൾ ആണ്. അഭിനന്ദനം അപ്രീസിയേഷൻ ആണ്. അഭിമാനമാണ് പ്രൗഡ് എങ്കിൽ പ്രൈഡ് അഹങ്കാരമാണ്. അഭിവൃദ്ധി എന്നർത്ഥം വരുന്ന വാക്ക് പ്രോസ്പെരിറ്റി ആണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അഭിനന്ദനം, അപ്രീസിയേഷൻ, അതുപോലെ കോംപ്ലിമെന്റ് എന്ന വാക്കും ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക്, ശൈലിയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഭഗീരഥ പ്രയത്നം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അനായാസമായ പ്രവൃത്തി, അതികഠിനമായ പ്രവൃത്തി, എളുപ്പ വഴി, ക്രോധത്തോടെയുള്ള പ്രവൃത്തി. ഭഗീരഥ പ്രയത്നം ഇംഗ്ലീഷിൽ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നു, മലയാളത്തിൽ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നു. എന്താണ്? അതികഠിനമായ പ്രവൃത്തി, സാധാരണക്കാരെ കൊണ്ട് ചെയ്യാനാകാത്ത പ്രവൃത്തി, വളരെയധികം അധ്വാനം ആവശ്യമായ പ്രവൃത്തി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഭഗീരഥ പ്രയത്നം അഥവാ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന ശൈലി പ്രയോഗിക്കുന്നത്. ഇത്തരത്തിൽ സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചില ശൈലികൾ പരിശോധിക്കാം. മണ്ണാന്റെ കഴുത എന്ന് വിളിക്കുന്നത് ആരെയാണ്? സ്വൈരം കെട്ട ജീവിതം നയിക്കുന്നവരെയാണ് മണ്ണാന്റെ കഴുത എന്ന് വിളിക്കുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും ലോഡുണ്ടാകും, ഇങ്ങോട്ട് വരുമ്പോഴും ലോഡുണ്ടാകും. മനസ്സിലായോ? മണ്ണാൻ എന്ന് പറഞ്ഞാൽ തുണിയലക്കുന്ന ജാതിക്കാരെയാണ്. ഇപ്പോഴങ്ങനെ ജാതി തിരിച്ചൊന്നുമില്ല കേട്ടോ. മണ്ണാന്മാർ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് തുണിയലക്കുന്നവരെയാണ് വിളിക്കുന്നത്. മണ്ണാന്റെ കഴുതയുടെ പ്രത്യേകത എന്താ? അങ്ങോട്ട് പോകുമ്പോ എന്തുണ്ടാകും? അലക്കിയ തുണിയായിരിക്കും ഉണ്ടാകുന്നത്. തിരിച്ചു വരുമ്പോഴോ അലക്കാനുള്ള തുണിയായിരിക്കും. എപ്പോഴാണെങ്കിലും അതിന്റെ മുതുകത്ത് എന്തുണ്ടാകും? ലോഡുണ്ടാകും. അതുകൊണ്ടാണ് എപ്പോഴും പണിയെടുക്കേണ്ടി വരുന്ന അവസ്ഥ എന്നുള്ള അർത്ഥത്തിൽ മണ്ണാന്റെ കഴുത അഥവാ സ്വൈരം കെട്ട ജീവിതം എന്ന് പ്രയോഗിക്കുന്നത്. അതുപോലെ അരി എണ്ണുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നിഷ്ഫലമായ പ്രവൃത്തി ചെയ്യുക എന്നാണ്. അരി എത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് കേട്ടോ. താളി പിഴിയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? കൂലിപ്പണി അല്ലെങ്കിൽ ദാസ്യവൃത്തി, ദാസ്യവേല ചെയ്യുന്നതിനെയാണ് താളി പിഴിയുക എന്ന് പറയുന്നത്. അതുപോലെ കുളിക്കാതെ ഈറൻ ചുമക്കുക, ചെയ്യാത്ത കുറ്റത്തിന് ആരോപണ വിധേയനാകുന്നതിനെയാണ് കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന് പ്രയോഗിക്കുന്നത്. അതുപോലെ കാനൽ ജലം അല്ലെ, മരുഭൂമി, അതുപോലെ ചൂടുള്ള പ്രദേശം, റോഡ്, ഇവിടെ അങ്ങോട്ടിലൊക്കെ കൂടെ നടക്കുമ്പോ വളരെ ദൂരെ വെള്ളമുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ആ ഒരു തോന്നലിനെയാണ് എന്ത് പറയുന്നത്? കാനൽ ജലം എന്ന് പറയുന്നത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്. ശരിയായ രൂപമേത്? ജഡം, ഡെഡ് ബോഡി എന്ന അർത്ഥം വരുന്നത് അല്ലെ, ഡെഡ് ബോഡി എന്ന അർത്ഥം വരുന്ന പദം എങ്ങനെയാണ് എഴുതേണ്ടത്? ജഡം, 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 ജഡം. ഇതിലേതാണ് ശരിയായ രൂപം എന്നതാണ് ചോദ്യം. നമുക്കറിയാം ജഡം, ഇതാണ് ശരിയായ പ്രയോഗം. അതുപോലെ ജോഡി എന്ന് എഴുതുമ്പോ പലരും ചോദിക്കാറുണ്ട്, ജോഡി എന്ന് എഴുതുമ്പോ ഇങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. അതുപോലെ ജഡായു, ജഡായു എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ജഡം എന്ന് എഴുതുമ്പോൾ മാത്രമാണ് സാ തിരിച്ചിട്ടുള്ള ഢ അഥവാ മൃദുവായ ഡകാരം പ്രയോഗിക്കുന്നത്. ഇതുപോലെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. അധപ്പതനം, ഇടതുവശത്ത് എഴുതിയിരിക്കുന്നത് തെറ്റായ വാക്കുകളും വലതുവശത്ത് എഴുതിയിരിക്കുന്നത് ശരിയായ വാക്കുകളുമാണ്. അധപ്പതനം എന്ന് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ അനുഗ്രഹം നേടിയവൻ അല്ലെ, അനുഗ്രഹം എന്ന് എഴുതുമ്പോൾ ഇടതുവശത്ത് എഴുതിയതുപോലെയും അനുഗ്രഹം നേടിയവൻ അനുഗ്രഹീതനുമാണ്. അവധാനത, പതുക്കെയും ശ്രദ്ധിച്ചും ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അവധാനം എന്ന് പ്രയോഗിക്കുന്നത് കേട്ടോ. അവധാനത എന്നൊരു വാക്ക് ഇല്ല. അസ്ഥികൂടം, എല്ല് അല്ലെ, എല്ലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ വേണം എഴുതാനായിട്ട്. സന്ദിഗ്ധം എന്ന് പറഞ്ഞാൽ സംശയമാണ്. അസന്ദിഗ്ധം എന്ന് പറഞ്ഞാൽ സംശയമില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അസ്ഥികൂടം നമ്മൾ കണ്ടു, പക്ഷെ അസ്ഥിവാരം, ചട്ടക്കൂട എന്നർത്ഥം വരുന്ന എല്ല എന്ന അർത്ഥം അല്ലല്ലോ അവിടെ വരുന്നത്, ചട്ടക്കൂട് എന്ന അർത്ഥമാണ് വരുന്നത്. അവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതുപോലെ ടു മേഡ് മോഡേൺ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ആധുനീകരിക്കുക എന്നോ ആധുനികവത്കരിക്കുക എന്നോ അല്ല, പിന്നെയോ ആധുനികീകരിക്കുക എന്നാണ് കേട്ടോ. ആധുനികീകരിക്കുക, ആധുനികീകരണം ആണ് മോഡേണൈസേഷന്റെ മലയാളം. അതുപോലെ ആവർത്തി, ആവൃത്തി, ഏതാ ശരി? ആവൃത്തി
എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. പ്രവൃത്തി, നിവൃത്തി എന്നൊക്കെ എഴുതുമ്പോഴും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഒരു വാക്ക് ഇല്ല. ഇങ്ങനെ വരുന്നത് എപ്പോഴാ? ആവർത്തിക്കുക, അല്ലെ എന്ന രൂപത്തിലേക്ക് മാറ്റുമ്പോ ആവർത്തിക്കുക എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ക്രിയാരൂപത്തിൽ പറയുമ്പോൾ ആവർത്തിക്കുക എന്നും നാമപദത്തിലാണ് പ്രയോഗിക്കുന്നതെങ്കിൽ ആവൃത്തി എന്നും വരുന്നു. ഇതുപോലെ തന്നെയാണ് പ്രവൃത്തി, പ്രവർത്തിക്കുക, രണ്ടും ശരിയാണ്. അതുപോലെ നിവൃത്തി, നിവർത്തിക്കുക. ആ വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താണ്? മനസ്സ് എന്നതിന്റെ പര്യായ പദം ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? മൗലി, ഉത്തമാംഗം, മതി, വപുസ്. ഇതിൽ ഏതോ ഒരു വാക്ക് മനസ്സിന്റെ പര്യായ പദമാണ്. ഏതാണത്? മതി. മതി എന്ന വാക്കിന് ബുദ്ധി എന്നും മനസ്സ് എന്നും അർത്ഥമുണ്ട്. മൗലി, ഉത്തമാംഗം, വപുസ് ഇത് ഏതൊക്കെ വാക്കിന്റെ പര്യായ പദങ്ങളാണ്? മൗലിയും ഉത്തമാംഗവും ശിരസിന്റെ പര്യായ പദങ്ങളാണ്. വപുസ് ശരീരത്തിന്റെ പര്യായ പദമാണ്. നോക്കിക്കേ, തല, അല്ലെ, മൗലി, ശിരസ്, ശീർഷം, മൂർധാവ്, ഉത്തമാംഗം, മസ്തകം ഇതൊക്കെ തലയുടെ പര്യായ പദങ്ങളാണ്. മനം, ചിത്തം, ചേതസ്, മാനസ്, സ്വാന്തം, മതി ഇതൊക്കെ മനസ്സിന്റെ പര്യായ പദങ്ങളാണ്. ശരീരത്തിന്റെ പര്യായ പദങ്ങളാണ് കളേഭരം, വപുസ്, രൂപം, ദേഹം, ആകാരം, മേനി, ഗാത്രം. അല്ലെ, ഗാത്രം എന്ന് പറഞ്ഞാലും എന്തു തന്നെയാണ്? ശരീരമാണ്. അതുപോലെ കായം, കായം എന്ന് പറഞ്ഞാലും ശരീരത്തിന്റെ തന്നെ പര്യായ പദമാണ്. കിട്ടിയല്ലോ. അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് ഈ രണ്ട് പരീക്ഷകളിലായിട്ട് മലയാളത്തിൽ നിന്ന് ചോദിച്ചത്. അപ്പൊ ഒരു ഡിഗ്രി ലെവൽ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ എന്ന നിലയ്ക്ക് കഴിഞ്ഞ 2 അധ്യായങ്ങളും, അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ 2 ചോദ്യ പേപ്പർ ചർച്ച ചെയ്തിരുന്നു. ഈ ക്ലാസ്സിലും 2 ചോദ്യ പേപ്പർ ചർച്ചയ്ക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത്തരം ചോദ്യ വിശകലനങ്ങൾ വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സഹായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം മലയാളത്തിലൊക്കെ ആവർത്തിച്ചാണ് ചോദ്യങ്ങൾ, ആവർത്തിച്ചു വരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ലാസ് കാണാതെ പോകരുത്. തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നോട്ട് എഴുതി പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഒരു അറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മളിപ്പോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു അവസരം കൂടി ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും മലയാളത്തിൽ, അല്ലെ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെന്ന നിലയ്ക്ക് മലയാളത്തിൽ ഇപ്പൊ എന്റെ സ്ഥാനം എവിടെയാണ്? കൂടുതൽ പഠനം ആവശ്യമുണ്ടോ? കൂടുതൽ സമയം മലയാളത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ടോ? അതോ എനിക്കറിയാം എന്ന കാരണം കൊണ്ട് മലയാളത്തിന് കുറച്ച് സമയം കുറച്ചു കൊടുത്താൽ മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്ന വിശ്വാസത്തിൽ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. അത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ എൻട്രി ഡിഗ്രി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എൻട്രിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.